ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു മന്തി റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആവില്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് കാണും നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വേറൊരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഉണ്ടക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, പഞ്ചാരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെ ചിലർ പറയും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ രാവിലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്വന്തമല്ല, അരിൻ്റെ കടിയും ഉണ്ടാക്കും, അതിക്ക് ഇതും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് ഓരോ പീസ് എല്ലാവരും ഒക്കെ എടുത്ത് തിന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഴങ്ങാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് മറ്റേ കിഴങ്ങിൻ്റെ മാതിരിയല്ല, ഇത് ഹെൽത്തി ആയിട്ടുള്ള കിഴങ്ങാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കട്ടോ. അപ്പോൾ നമ്മളിത് ഉപ്പിട്ടുകാണ്ട് മൺചട്ടിയിലിട്ട് പിങ്ങിയാൽ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചാലും മതി. അപ്പോൾ ഇതിന് നമ്മളെ നാട്ടിൽ വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. അപ്പോൾ ഇത് ആയുസ് നീളുന്നൊക്കെ പറഞ്ഞിട്ടത് അത്ര രോഗത്തിനും ഒക്കെ സോക്കടമൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു കിഴങ്ങാണ് ഇട്ടത്. നമ്മൾ ഈ വലിയ വലിയ സോക്കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോണ ഒരു കിഴങ്ങാണ് ഇട്ടത്. അപ്പോൾ അത് നമ്മളിത് വെന്തിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ബാക്കി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടിയിരുന്നാൽ, അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടുകാണ്ട് എടുക്കട്ടെ. അത് ഉപ്പിട്ട് പിങ്ങിയതല്ലേ. അപ്പോൾ അത് പിന്നെ ഉപ്പൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നമ്മളിതാ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുന്ന നേരത്ത് വൈകുന്നേരമൊക്കെ മഴയില്ലാത്ത ദിവസം ഉണ്ടാവില്ല, മഴയില്ലാഞ്ഞാൽ പിന്നെ കൊടും ചൂട് തന്നെയാണ്. ഇപ്പോൾ നമ്മളെ ഇവിടേക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ലേസം ഒരു 2 ക്യാരറ്റ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതും ഇതും കൂടി കൂട്ടിക്കാണ്ട് കുറച്ച് പാലും ഒരു 2 ഏലക്കായും ഇട്ടുകാണ്ട്, ഇനി മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിച്ച് കൊടുത്തുകാണ്ട്, പഞ്ചസാര ഉണ്ടെങ്കിൽ അതും ലേസം ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് പഞ്ചസാര ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ എന്താ അതിൻ്റെ ടേസ്റ്റെന്ന്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റോണ്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇട്ടത്. അപ്പോൾ ഒരിക്കൽ ഞാൻ എടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒന്നുകൂടി അടിച്ചതാണ്. അപ്പം ഇനി ബൂസ്റ്റ് പൊടിയോ അണ്ടിപ്പരിപ്പ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ബദാമ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇത് ഉണ്ടക്കിഴങ്ങാന്നൊന്നും അറിയാൻ തന്നെ പറ്റില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടാ. അപ്പോൾ നമ്മൾ മന്തി റെസിപ്പിക്ക് പോകാം. അപ്പോൾ ഞാൻ മസാല കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് കുഴച്ചുകാണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് കൊടുത്തുകാണ്ട് നമ്മളെ മന്തിച്ചട്ടിയിൽ ഒന്ന് പരത്തി വെച്ച് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആളുള്ളൂ. അപ്പോൾ ഉച്ചക്കൊക്കെ വലിയ പീസ് ആയിക്കോട്ടെ, രാത്രിക്കൊക്കെ ചെറിയ പീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെ ഇട്ട മുറിച്ചിക്കേണ്ടത്. അപ്പോൾ ഒരു മാഗിക്കട്ട ഒരു പീസും ഒന്നിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ. അതും അതിക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണേ, തീ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ അതിൽ ഇട്ടിക്കണേ. പിന്നെ അതിക്ക് പട്ട, ഗ്രാമ്പു, കുരുമുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിക്കിട്ട് കൊടുത്തിക്കണേ. നമ്മളെ കറുത്ത നാരങ്ങ ഒക്കെ ഇട്ട് കൊടുത്ത് ലേശം ഓയിലും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തുകാണ്ട് നമ്മൾ തീ കത്തിക്കട്ടോ. അപ്പോൾ കുറച്ച് നേരം മൂടിയിട്ടുകാണ്ട് ഒന്ന് ആവിക്കൊണ്ട് വെന്താൽ ഒന്ന് നല്ല വെന്തും ചെയ്തോളൂ. പിന്നെ നമുക്കിതൊന്ന് നല്ല നെരിഞ്ഞും കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുമല്ലോ, അതേ ടേസ്റ്റും ഒക്കെ കിട്ടണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ പെരുന്നാൾക്കൊക്കെ ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെറിയ തീയിലാക്കിക്കാണ്ട് ഇനി ഒന്ന് നെരിച്ചോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വേറെയുള്ള ഈ ക്യാപ്സിക്കം അമ്മായി സംഭവങ്ങളൊക്കെ ഇടുമ്പോൾ ഇറച്ചിക്ക് നെരിയാനുള്ള ഒരു സമയം കിട്ടില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒക്കെ വെന്തതിന് ശേഷം ഒരു ചെറുമാതിരി 2 വലിയ ഉള്ളിയും, ഒരു ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, ഒരു തക്കാളി ഇട്ടാ അതൊക്കെ ഇട്ടുകാണ്ട് 1 കിലോൻ്റെ മന്തി ഇട്ടത്. 1 കിലോ ഇറച്ചിയാണ്, 1 കിലോ മന്തിയാണ്, ഇതുമാണ് അരിയാണ് കേട്ടോ, വെള്ള അരി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തുക്കണേ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തിക്കണം കേട്ടോ, ഒന്നും വേവാതെ എവിടെയും കിടക്കണില്ല. അപ്പോൾ നമുക്ക് ആ ചിക്കന് വലിയ പീസ് ചെയ്യാണ്ട് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കാനും കഴിക്കാനും എല്ലാവർക്കും ഒരു എളുപ്പമുള്ള പരിപാടിയാണല്ലേ. ബിരിയാണി വെക്കണ മാതിരില്ല, പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക, ആക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എൻ്റെ സ്റ്റൈലിൽ ഞാനൊന്ന് വെച്ചതാട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ചെറിയ പീസ് ആയി കിടന്നോട്ടെ, വലിയ പീസ് ഞാൻ എടുത്തും വെച്ച്. അപ്പം നമ്മൾ ചോറ് ഇവിടെ ഊറ്റി വെച്ചിക്കണം കേട്ടോ. ഊറ്റിയതാണ്, അടുപ്പത്ത് വെച്ചുകാണ്ട് ഉപ്പിട്ടുകാണ്ട് ഊറ്റിയതാണ്, വേറെ ഒന്നും വെച്ചിട്ടില്ല. ഒരു ലേശം ഓയിൽ ഒഴിച്ചുകാണ്ട് ഊറ്റിയതാണ്. അപ്പോൾ നമ്മൾ ആ ചോറ് തീക്കണ്ട് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ പുതിയതായി വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമ്മളിപ്പം വേണം കേട്ടോ.
അപ്പോൾ ഞാൻ ലേശം ഇതിൻ്റെ നെയ്യ് ഉണ്ടല്ലോ, മിൽമ നെയ്യ്, അതൊരു ലേശം ഒഴിച്ച് കൊടുത്തേക്കണേ. അപ്പോൾ നല്ലൊരു ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഓയിൽ സ്വന്തമാകുമ്പോൾ ഒരു ടേസ്റ്റിന് കമ്മി ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് നമ്മൾ ലേശം ഒഴിച്ച് കൊടുക്കലുണ്ട്. അപ്പം നമ്മൾ കണലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പുക കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിട്ടുമാണ്. നല്ല ഇറച്ചിയൊക്കെ നല്ല നിരിഞ്ഞിക്കണ വെന്തും ചെയ്തിക്കണേ. പിന്നെ നമ്മളെ ജ്യൂസ് ഉണ്ടല്ലോ, അത് നിങ്ങളൊന്നും ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. അതൊക്കെ നല്ല സംഗതിയാണ്. ഉണ്ടക്കിഴങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛണേക്കാരം, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കേട്ടോ. ആയുസ് നീളാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.